ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയില്ല. പിന്നെ കാലാവധി നീട്ടും എന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ബോർഡിൻ്റെയും കാലാവധി നീട്ടിയില്ലല്ലോ, അതിന് മുമ്പുള്ള ബോർഡിൻ്റെയും കാലാവധി നീട്ടിയില്ലല്ലോ, അതിന് മുമ്പുള്ള ബോർഡിൻ്റെയും കാലാവധി നീട്ടിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും നീട്ടുമെന്ന് പറഞ്ഞത് നിങ്ങൾ എന്നിലർപ്പിച്ചൊരു വിശ്വാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അതല്ലാതെ സർക്കാർ തലത്തിലോ മറ്റ് തലങ്ങളിലോ ഒന്നും ഒരു കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ചും ഒരു ചർച്ചയും നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം സത്യത്തിൽ എനിക്ക് ശേഷം വരുന്നത് എനിക്ക് അഭിമാനമാണ്. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള പാണ്ഡിത്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് ദേവസ്വം ബോർഡിന് കൂടുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ടായാലും ദേവസ്വം ബോർഡിൻ്റെ മറ്റു ക്ഷേത്രങ്ങൾ സംബന്ധിച്ചായാലും കൂടുതൽ ഊർജ്ജമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ശബരിമലയിലെ വികസനം സർക്കാർ അതിന് വലിയ മുന്നൊരുക്കം നടത്തി മുന്നോട്ട് പോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ പ്രയോക്താക്കളിൽ ഒരാളാണ് ശ്രീ ജയകുമാർ സാർ. അപ്പോൾ സ്വാഭാവികമായും ജയകുമാർ സാറിനെ പോലുള്ള ഒരാൾ ശബരിമലയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അത് വലിയൊരു കാഴ്ചപ്പാടാണ് സർക്കാർ അതിലൂടെ കൊണ്ടുവരുന്നത്. അത് കൂടുതൽ ഊർജ്ജമായി മാറും. മാസ്റ്റർ പ്ലാനിന് കൂടുതൽ ഊർജ്ജം പകരുവാനും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുവാനും കൂടുതൽ വികസനം നടത്തുവാനും അത് സഹായമാകും എന്ന കാര്യത്തിൽ അത് തർക്കമില്ല. എനിക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത് സാറിനെ പോലുള്ള ഒരാൾ അവിടെ വരുന്നത്. എന്തിനു വിഷമം? എന്താ വിഷമം? എന്തിനാണ് 2 വർഷം കാലാവധി പൂർത്തിയായി ഇറങ്ങുന്നത്? അതിലെന്താ വിഷമം? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പ്രതിസ്ഥാനത്തെ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാൻ ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ് എൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത്. അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ ഞാൻ പ്രതിസ്ഥാനത്തല്ല. പ്രതിസ്ഥാനത്താണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. സത്യസന്ധമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത്. അപ്പോൾ അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായത്തിന് ഞാനില്ല. നമുക്ക് കാണാം, വരട്ടെ, ഇവിടെ ഉണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു, ഞങ്ങളുടെ പ്രത്യേകിച്ച് എൻ്റെ അല്ലെങ്കിൽ ഈ ബോർഡിൻ്റെ 2 വർഷത്തെ പ്രവർത്തനം സത്യസന്ധമായും സുതാര്യമായും ഭക്തി നിർഭരമായുമായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ പൂർണ്ണമായും തൃപ്തനായിട്ടാണ് ഈ ബോർഡിൻ്റെ പടിയിറങ്ങി പോകുന്നത്. ചില പരാതികൾ വേറെ വന്നിരുന്നു. അതായത് PS പ്രശാന്ത് മത്സരിക്കുന്ന സമയത്ത് കൊടുത്ത അഫിഡവിറ്റിലെ സ്വത്തുവകകളല്ല, വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന് വിജിലൻസിൽ പരാതി വന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വിജിലൻസിൽ പരാതി ഒന്നും വേണ്ട. നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുക്കുന്നേ. ഞാൻ വെല്ലുവിളിച്ചല്ലോ, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചല്ലോ. എൻ്റെ ആസ്തി 3 ലക്ഷത്തിൽ താഴെയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ആസ്തി വെളിപ്പെടുത്തൂ. അപ്പോൾ മനസ്സിലാവും ആരാണ് കോടീശ്വരൻ എന്ന് മനസ്സിലാവും. ഞാനങ്ങനെ വെല്ലുവിളിച്ചല്ലോ. ഇതുവരെ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഏത് അന്വേഷണവും നടത്തിക്കോളൂ, CBI വന്നോളൂ, ഏത് അന്വേഷണം നടത്തിക്കോളൂ എൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട്. ഈ ഭൂമി മലയാളത്തിൽ 1 സെൻറ്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷനിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് യാതൊരുവിധ എന്നെ അങ്ങനെ ഒരു ആരോപണമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട. ഞാൻ നിൽക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയിലാണ്. പിന്നെ CPM എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി പോലെ അല്ല. ഒരു പദവിയിലെത്തിയാൽ ആ പദവിയിലെത്തിയാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഉള്ളൊരു പാർട്ടിയാണ്.
ഒരു കുത്തഴിഞ്ഞ പാർട്ടിയല്ല. അപ്പം ഞാൻ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അപ്പം ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ആ പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് സുതാര്യമായ കാര്യങ്ങൾ എനിക്ക് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പാർട്ടി സാറ്റിസ്ഫൈഡുമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥമായും ഭക്തി നിർഭരമായും മാത്രമേ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതിന് എൻ്റെ മനസ്സാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത്. ആ മനസ്സാക്ഷിക്ക് മുന്നിൽ 100% സംതൃപ്തനായിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത്.